നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഡോക്ടർ രാജശ്രീസ് ആയുർ തോട്ട്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വെണ്ണ, തൈര്, മോര്, നെയ്യ്, പനീർ അങ്ങനെ പാലുൽപ്പന്നങ്ങൾ നിരവധിയാണ്. എന്നാൽ പാലിൻ്റെ ഗുണങ്ങളല്ല ഇവയ്ക്കൊന്നും ഉള്ളത്. ഓരോന്നിൻ്റെയും ഗുണങ്ങൾ വേറെ വേറെയാണ്. വെണ്ണയും നെയ്യുമെല്ലാം തൈര് കടഞ്ഞെടുത്ത് ഉണ്ടാക്കുന്നതാണ് നമ്മുടെ പരമ്പരാഗതമായ രീതി. അതിനാണ് ഗുണം കൂടുതലുള്ളത്. എന്നാൽ ഇന്ന് പൊതുവെ എല്ലാവരും പാൽപ്പാടയിൽ നിന്നുമാണ് വെണ്ണയും നെയ്യുമൊക്കെ ഉണ്ടാക്കി വരുന്നത്. താരതമ്യേന തൈരിൽ നിന്നും എടുക്കുന്നതിനേക്കാൾ എളുപ്പമാണ് ഈ രീതി. അതുപോലെ കൂടുതൽ അളവിൽ ഉണ്ടാക്കാനും സാധിക്കും എന്നുള്ളതും ഒരു ഗുണമാണ്. നമ്മൾ ദിവസവും തിളപ്പിക്കുന്ന പാലിൽ അല്പം വെള്ളം ചേർത്ത് അതിനെ സിമ്മിലിട്ട് കുറച്ചു സമയം ഒഴിച്ച വെള്ളം വറ്റുന്നത് വരെ തിളപ്പിച്ചെടുക്കുക. ആ പാൽ തണുക്കുന്നതോടൊപ്പം പാലിന് മുകളിൽ പാട കെട്ടി തുടങ്ങുന്നു. ഈ പാട നമ്മൾ കോരിയെടുത്ത് ഒരു ഗ്ലാസ് ബോട്ടിലാക്കിയിട്ട് ഫ്രീസറിൽ തന്നെ സൂക്ഷിക്കണം. ഫ്രീസറിൽ സൂക്ഷിച്ചില്ലെങ്കിൽ ഇത് പെട്ടെന്ന് കേടുവരാനുള്ള സാധ്യതയുണ്ട്. ഒരു മാസമൊക്കെ കഴിയുമ്പോൾ ഈ പാട അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ആയിട്ടുണ്ടാവും. ഈ പാട എടുത്ത് അതിലൽപ്പം തൈര് ചേർത്ത് പുളിക്കാനായിട്ട് ഫ്രിഡ്ജിന് പുറത്ത് വയ്ക്കുക. പിറ്റേ ദിവസം ഈ പാട എടുത്ത് ആവശ്യത്തിന് വെള്ളം ചേർത്ത് മിക്സിയുടെ ഏറ്റവും വലിയ ജാറിലിട്ട് നന്നായി അടിച്ചെടുക്കുക. വെണ്ണ മുകളിൽ പൊങ്ങി വരുന്നത് വരെ നല്ലതുപോലെ അടിക്കണം. ആ വെണ്ണ കോരിയെടുത്ത് നല്ല ശുദ്ധമായ വെള്ളത്തിലേക്ക് നമ്മൾ മാറ്റുക. ഒരു 3 തവണയെങ്കിലും വീണ്ടും വീണ്ടും തെളിഞ്ഞ വെള്ളത്തിലേക്ക് ഈ വെണ്ണ മാറ്റിയെടുക്കുകയാണെങ്കിൽ വെള്ളം നല്ലതുപോലെ തെളിഞ്ഞു കിട്ടും. അങ്ങനെ ഈ വെണ്ണയിലെ തൈരിൻ്റെ അംശം മുഴുവനായിട്ടും മാറിക്കിട്ടുകയും ചെയ്യും. ഈ വെണ്ണ നമുക്ക് വെണ്ണയുടെ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കാം. ചപ്പാത്തിയിലോ അല്ലെങ്കിൽ ബ്രെഡിലോ ഒക്കെ തേച്ച് കുട്ടികൾക്കൊക്കെ കൊടുക്കാനായിട്ട് നമുക്ക് ഉപയോഗിക്കാം. അതല്ലെങ്കിൽ വെറുതെ കഴിക്കാനും നല്ലതാണ്, ചോറിനോടൊപ്പം കഴിക്കാനും നല്ലതാണ്. ഇതല്ലെങ്കിൽ നെയ്യായിട്ട് ഉരുക്കി ഗ്ലാസ് ബോട്ടിലിൽ സൂക്ഷിച്ചു വെച്ച് നമുക്ക് ആവശ്യത്തിന് ഇത് ഉപയോഗപ്പെടുത്താം. നെയ്യ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നെയ്യ് നല്ലതുപോലെ പതഞ്ഞു തുടങ്ങും ആദ്യത്തിൽ. അത് കഴിഞ്ഞ് ആ പത അടങ്ങിക്കഴിയുമ്പോൾ അടിയിലുള്ള കൽക്കം ചൂടായി തുടങ്ങും. അത് ചൂടായിട്ട് ഒരു ബ്രൗണിഷ് കളറാവുമ്പോൾ തന്നെ നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്യണം. അതല്ലെങ്കിൽ അത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോയി നെയ്യിൻ്റെ മണമൊക്കെ ആകെ മാറി ഗുണമില്ലാതെ ആവാനുള്ള സാധ്യതയുണ്ട്. ഇതിലിപ്പോൾ നെയ്യിൻ്റെ പത മാറിയിട്ട് കൽക്കനും നെയ്യും വേറെ വേറെ ആയി തുടങ്ങി. അടിയിൽ നമുക്ക് വെള്ള കളറിൽ കൽക്കൻ കാണാം. ആ കൽക്കൻ പതുക്കെ പതുക്കെ നിറം മാറി വരും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി ഇളക്കിക്കൊണ്ടിരിക്കണം. ഇളക്കാതിരുന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് അടിയിൽ നിന്ന് കരിഞ്ഞു വരും. അതുകൊണ്ടാണ് ഇളക്കണം എന്ന് പറഞ്ഞത്. അങ്ങനെ കൽക്കത്തിൻ്റെ നിറം മാറി തുടങ്ങി അതൊരു ബ്രൗണിഷ് കളറായി. ഇനി നെയ്യ് തെളിഞ്ഞ് മുകളിൽ കാണാം. ഇത് കുറച്ച് നേരം വെച്ച് തണുത്ത് കഴിഞ്ഞാൽ നമുക്കൊരു അരിപ്പ ഉപയോഗിച്ച് അരിച്ച് ഒരു ഗ്ലാസ് പാത്രത്തിൽ സൂക്ഷിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഈ നെയ്യിന് നല്ല അസാധ്യ വാസനയാണ് കേട്ടോ. ആയുർവേദ ശാസ്ത്രം പറയുന്നത് ഇത്തരത്തിലുണ്ടാക്കുന്ന നെയ്യിൻ്റെ ഗുണങ്ങൾ അല്ലെങ്കിൽ വെണ്ണയുടെ ഗുണങ്ങൾ തൈര് കടഞ്ഞെടുക്കുന്ന വെണ്ണയിൽ നിന്നും അല്പം വ്യത്യസ്തമാണ് എന്നാണ്. പാലിൽ നിന്നും എടുക്കുന്ന വെണ്ണ മറ്റേതിനെ അപേക്ഷിച്ച് മലത്തെ പിടിക്കുന്നതും രക്തപിത്തം എന്ന രോഗത്തെയും നേത്രരോഗങ്ങളെയും ചെറുക്കുന്നതും ആണ് എന്ന് അഷ്ടാംഗ ഹൃദയത്തിൽ പറയുന്നു.